പിന്നെ ചിന്തച്ചേച്ചി നമ്മൾ വിചാരിച്ച പുള്ളിയൊന്നുമല്ല കേട്ടോ. ക്യൂബൻ പ്രസിഡന്റ് ചിന്തച്ചേച്ചി വിളിച്ച മുദ്രാവാക്യം ഏറ്റു വിളിക്കാൻ വേണ്ടി 2 കൈയും കെട്ടി ഒരു ഓരം പറ്റി കാത്തു നിന്നെന്ന് ആരാ പറഞ്ഞെന്നറിയോ? സാക്ഷാൽ ചിന്തച്ചേച്ചി തന്നെ. അങ്ങനെ വിവ ക്യൂബ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചപ്പോൾ പ്രസിഡന്റ് ആ യോഗം കഴിഞ്ഞിറങ്ങി താഴെ വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്നു. ഉണ്ടോ? ഓ ഭയങ്കരം തന്നെ. എന്നിട്ട് പ്രസിഡന്റ് ചിന്തച്ചേച്ചിയുടെ മുദ്രാവാക്യം വിളിയിൽ അങ്ങ് ബോധരഹിതനായി വീണിട്ട് ബോധം വന്നപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് തോളിൽ തട്ടിയിട്ട് പറയുക, ചിന്തമോളെ നീ വെറും ചിന്തയല്ല, ചിന്ത വെന്തതാ നീ എന്ന്. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും, അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. വിവ ക്യൂബ എന്നുള്ളതും ഹസ്താല വിക്ടോറിയ സിയംബ്ര എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഞങ്ങൾ വിളിച്ചു കഴിയുമ്പോൾ മസാല ഇട്ട സീബ്രയോ? ക്യൂബൻ പ്രസിഡന്റ് അവിടെ നിന്നിട്ട് ഒരു മുദ്രാവാക്യം തിരിച്ചു വിളിക്കുകയാണ്. എന്നിട്ട് അത് വീവ പാലസ്റ്റീന എന്നാണ്. പാലസ്റ്റീനയ്ക്ക് വീവ കിട്ടിയോ ചിന്തച്ചേച്ചി? ഞങ്ങൾക്ക് ആകാംക്ഷ അടക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? വായടയ്ക്കൂ പണിയെടുക്കൂ, അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഓ അതൊക്കെ പറയുമ്പോ ആ കണ്ണ് രണ്ടും വിടർന്ന് രോമകൂപങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് അയ്യോ നാട്ടുകാരെ ആർമാദിപ്പിൻ, ആവേശത്തോടെ കൈയടിപ്പിൻ എന്ന് പറയുകയാ. എവിടെ കിട്ടിയേ? അതൊന്നും കാണിച്ചു കൊടുത്തേ. അത് ഓർമ്മയില്ലാന്നോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടല്ലേ? അദ്ദേഹം പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം ആ സദസ്സിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് രേഖപ്പെടുത്തുന്നു. വലിയ കാര്യമായി പോയി. ഒരു രാജ്യത്തിനോടുള്ള ഐക്യദാർഢ്യം മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് രേഖപ്പെടുത്തുന്നു. ഓ അത്ഭുതം. ഞാനിങ്ങനെയാണ്, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്, പറ്റില്ലെങ്കിൽ വെച്ചിട്ട് പോ. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ്. കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങൾ. അത് ശരി, വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാ കേട്ടോ. കേരള ഭൂഖണ്ഡത്തിൽ നിന്ന് ചെന്ന ചേച്ചി, പിന്നെ കൂടെ മറ്റു കുറച്ച് സഖാക്കള്. അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ കയ്യിലില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോളൂ. പിന്നെ തമിഴ്നാട് ഭൂഖണ്ഡത്തിൽ നിന്നും കർണാടക ഭൂഖണ്ഡത്തിൽ നിന്നും ഒന്നും ആരും ഇല്ലായിരുന്നോ ചേച്ചി? അതിനോട് എന്ത് പ്രസക്തി? അയ്യോ എന്നല്ല ചേട്ടാ, ഞങ്ങളുടെ തലമുറയുടെ ഒരു വലിപ്പം പറയായിരുന്നു. വലിയ ബുദ്ധിജീവി ചമഞ്ഞിരുന്ന ഈ വിവരദോഷം എല്ലാം പറയുന്നത്. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്ക് അറിയും കൂടി ഇല്ലാത്ത ഒരാളിനെ കുറിച്ച് അത് പറയാൻ എനിക്കൊരു നാണോ ഇല്ല. ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റ് സഖാക്കളുണ്ട്. ആദ്യം പറഞ്ഞ് കേരളം പോലുള്ള ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ കേരളത്തിൽ നിന്ന് വന്നവരെ കൂടാതെ ഇന്ത്യയിൽ നിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു. ഇത് കേട്ടോണ്ടിരിക്കുന്നവരാരാണ്? സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്. ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ. ക്യൂബയുടെ രാഷ്ട്രത്തലവൻ മുദ്രാവാക്യം വിളിക്കുന്നു. ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് പാലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യമാണ്. ക്യൂബൻ പ്രസിഡന്റിന്റെ വാ കൊണ്ട് വിളിച്ച ആ മുദ്രാവാക്യം ഒരു ഭരണിയിലിട്ട് ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിലേ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തുറന്നു നോക്കായിരുന്നു. ക്യൂബൻ പ്രസിഡന്റിന്റെ പാവന സ്മരണയ്ക്കെന്നും പറഞ്ഞ് ഇടയ്ക്കത് നോക്കി പുളകം കൊള്ളായിരുന്നല്ലോ. സമ്മതിച്ചിരിക്കുന്നു നിന്റെ ചങ്കൂറ്റം. താങ്ക്സ്. ചങ്കൂറ്റമല്ല അവസ്ഥ. ചൈനയെ പുകഴ്ത്തിയാലും ക്യൂബയെ പുകഴ്ത്തിയാലും പാലസ്തീനെ പുകഴ്ത്തിയാലും പാകിസ്ഥാനെ പുകഴ്ത്തിയാലും കുഴപ്പമില്ല. ജനിച്ച മണ്ണിനെ അറിയാതെ പോലും പുകഴ്ത്തി ഒരു വാക്ക് പറഞ്ഞു കളയരുത് കേട്ടോ. ഞാൻ എന്തൊരു മണ്ടനാണ്, അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. മാഡം, എന്റെ ആത്മാർത്ഥയിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ് ഗോരി ഒഴിക്കരുത്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന മനുഷ്യരാണ്. കേരളത്തിൽ നിന്ന് വന്ന ഞങ്ങൾ, ഇന്ത്യയിൽ നിന്ന് വന്ന മറ്റ് സഖാക്കളുണ്ട്. അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് പോലും ഒരു വാഴയ്ക്കായും അറിഞ്ഞില്ലെങ്കിൽ എന്താ? വാഴക്കൊലയിൽ PhD അല്ലേ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത്? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അതെ, ആ സമയത്ത് അന്നസറി ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഈ വിവരദോഷം നമ്മൾ സഹിക്കണോ എന്ന് കേരള ജനത ഒന്നടങ്കം ചോദിക്കുമ്പോഴും നിങ്ങളോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, സഹിച്ചേ പറ്റൂ. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അച്ഛനെ മനസ്സിലായില്ലേ? നാളെ ഇതേ നേരത്തെ വന്നോട്ടാ.